ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹമായി വന്ന് വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ കർത്താവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് പാതയും വെളിച്ചവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് ശക്തിയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ജീവിത മേഖലകളെ, ഇന്നത്തെ ഈ തിരുമണിക്കൂറുകളെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛനിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദൈവിക കൃപാവരങ്ങളും വചസ്സുകളെയും ഇവിടുത്തെ ഓരോ മേഖലകളും ഇവിടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നവരെ, ഈ ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്ന ഓൺലൈനിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ എല്ലാ ജീവിത മേഖല പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് ഈശോയുടെ കരങ്ങളെ സമർപ്പിച്ച് അതനുഗ്രഹമായി ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരിക്കൽ കൂടി നമ്മുടെ ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ ശക്തി ഇപ്പോൾ ഇറങ്ങി വരണമേ, അവിടുത്തെ അഭിഷേകജ്ഞയെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കണമേ, കൃപകൾ നിറയ്ക്കണമേ.
ബലം നൽകണമേ, അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേക മണിക്കൂറുകളാക്കി മാറ്റണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് കാഴ്ചയർപ്പിക്കാം. ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തീർത്ഥാട ഉടമ്പടിയിലൂടെയും ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റിലൂടെയും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ, പലതവണ പുതുക്കി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു നിയോഗം, അതിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരം നിയോഗങ്ങളെയും ഇന്നത്തെ പ്രത്യേകമായ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാന അഭിഷേകം നിറയുന്നതിന് വേണ്ടിയും രോഗസൗഖ്യങ്ങളുണ്ടാകുന്നതിന് വേണ്ടി, തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയപ്പെടുന്നതിന് വേണ്ടി ഈ ധ്യാനം കൂടുന്ന എല്ലാവരും തന്നെ അമ്മയുടെ പ്രത്യേകമായ മാതൃസഹായം ഉണ്ടാകണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവേ നിന്റെ അഭിഷേകം, നിന്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കാൻ, നിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയാൻ ഈ ദിവസത്തെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവസ്നേഹത്തോടെ ഈ ധ്യാനത്തിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ആഴമായ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ ദേവമാതാവേ, ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഈ ഉടമ്പടി ധ്യാനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനായി പരപിതാവിനോട് ഈശോ വഴി മാധ്യസ്ഥം വഹിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി, ഞങ്ങൾക്ക് ആവശ്യമായ സമാശ്വാസങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ വഴിനടത്തലുകൾ ഈ ഉടമ്പടി ധ്യാനം തീർത്ഥാടനത്തിലെ കൃപാസനത്തില് ഓൺലൈനായി ഓരോ സ്ഥലങ്ങളിലും ധ്യാനം
ധ്യാനം കൂടുന്നവരെ അങ്ങ് ആശീർവദിക്കണമേ. വിശ്വാസ സ്നേഹത്താൽ അങ്ങയുടെ വചനം ഗ്രഹിക്കുന്നതിന് ആവശ്യമായ ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓരോ ദിവസങ്ങളിലുള്ള ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും അറിവുകളുമാണ് ദൈവം തരണത്. നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓൾമോസ്റ്റ് ഓൾ എപ്പോക്ക് ഓഫ് ദ ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ആൾക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ആൾക്കാർ ദൈവികമായ ഇടപെടൽ ലഭിച്ചിട്ട് ജനങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണല്ലോ, പ്രത്യേക ദൈവാനുഗ്രഹമാണ്. ആൾക്കാർ വിസ്മയം പ്രാപിക്കും. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ നിറവേറ്റങ്ങളാണ് കാണിക്കുന്നത്. സ്വാഭാവികമാണ്. അസ്വാഭാവികമായി ഒന്നും കൃപാസനത്തിൽ സംഭവിക്കണില്ല. ഉടമ്പടി എന്ന വലിയ ദൈവികമായ പദ്ധതിയിലൂടെ ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ദൈവികമായ വാഗ്ദാനങ്ങൾ നിറവേറ്റ ഒരു അത്ഭുതമല്ല, അതൊരടയാളമാണ്. അത്ഭുതത്തെക്കാൾ ശക്തമാണ് അടയാളം. അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്കൂളിൻ്റെ വാതിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ റോഡിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവരുടെ ബാഗ് തോളിലിട്ട് ഓടുന്ന ഒരു കറുത്ത ചിത്രം കാണിക്കും അല്ലേ? ചുവപ്പ് വട്ടത്തിൽ കറുത്ത ചിത്രം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക്. അതിൻ്റെ അർത്ഥം ഡ്രൈവർമാർക്കുള്ള ഒരു അടയാളമാണത്. എന്താ ഡ്രൈവർമാരോട് സർക്കാർ പറയണത്? ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് എന്താണ്? സ്ലോ ഡൗൺ ചെയ്യണം, ഇവിടെ ഒരു സ്കൂളുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്, അതുങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം. അടയാളമാണ് അപ്പോൾ അത് സ്കൂളല്ല, അവിടെ റോഡെ കൊണ്ടൊന്നും സ്കൂളാരും വെച്ചിട്ടില്ല, അടയാളം വെച്ചിട്ടുണ്ട്. ഓരോ അത്ഭുതങ്ങളും ഒരടയാളമാണ്. എന്താണ്? നിനക്ക് ജോലി കിട്ടിയതൊന്നും അല്ല പ്രശ്നം, അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായ ദൈവം നൽകിയ നിറവേറ്റമാണ്. മറിച്ച് എന്താണ്? ആ അടയാളത്തിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുകയും സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും നിന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന ദൈവം കൈയടിച്ച് കർത്താവിനെ ചുടലി. നിൻ സ്നേഹം പകരാ എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ, കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. ആരാധന 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 എൻ്റെ പ്രിയപ്പെട്ട, കഴിഞ്ഞ ദിവസം ഇവിടെ അഞ്ചു ആൻ്റണി എന്നും പറഞ്ഞൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു. വലിയ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ സാക്ഷ്യമല്ല, എന്നാൽ
നമുക്ക് റെഫർ ചെയ്യാവുന്നൊരു കുറേ അധികം പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്. അഞ്ജു ആൻ്റണി ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. റാങ്കിൽ പഠിച്ചു വന്ന് എല്ലാ ബാച്ചിലും റാങ്ക് കിട്ടി പഠിച്ചു വന്ന് എറണാകുളം കാരത്ത് ഏലൂർ സ്വദേശിയായ ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. എയറോനോട്ടിക് എഞ്ചിനീയർ വിമാനത്തിൻ്റെ എൻജിൻ സൈഡ് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ആളിന് ജോലിയില്ല. ജോലിയില്ലാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ റാങ്കിൽ ആൾ പാസ് ഔട്ടായതാണ്. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടേണ്ടതാണ്. ജോലി കിട്ടിയില്ല. പിന്നെ കല്യാണമായി, പിന്നെ പ്രസവമായി, കുട്ടികളെ വളർത്തലായി, നല്ല ഗ്യാപ്പായിപ്പോയി. നിങ്ങൾക്കിത് എല്ലാവർക്കും എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ ജീവിതം ചുമ്മാ ദുരന്തമായി പോവുകയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടിയെപ്പോലെ ആകാൻ പോവുകയാണ്. എന്താ കാര്യം? ഒരു കല്യാണം വന്നു, പിന്നെ കുട്ടികളായി, പിന്നെ വളർത്തിക്കഴിഞ്ഞപ്പോൾ ഗ്യാപ്പായി, കരിയർ ഗ്യാപ്പ് വന്നു. കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽസിനറിയാം കരിയർ ഗ്യാപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഒരിക്കലും കരിയർ ഗ്യാപ്പിനാണ് എപ്പോഴും ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗൺ പോയിൻറ്റിലാക്കുന്ന ഒരു സംഭവം കരിയർ ഗ്യാപ്പാണ്. എന്നുവെച്ചാൽ കരിയർ ഗ്യാപ്പോടുകൂടി എന്ത് വരും? ഉടമ്പടി ഞങ്ങൾ സടകുടഞ്ഞെഴുന്നേക്കും. എന്താ കാര്യം? നിൻ്റെ മെറിറ്റ് പോയല്ലോ. അതാണ് പ്രശ്നം. കരിയർ ഗ്യാപ്പിൽ നിനക്ക് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ കല്യാണം കഴിക്കണ്ടേ? ഇപ്പോൾ വള്ളം നല്ലതാണ്, അത് വെള്ളത്തിൽ കിടക്കണം അല്ലേ? അപ്പോൾ എന്ത് പറ്റും? വള്ളത്തിന് തുഴഞ്ഞു പോകാൻ പറ്റും. പക്ഷേ വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വള്ളം മുങ്ങിപ്പോവും. ഇപ്പം നമ്മൾ പഠിക്കണത് എന്തിനാണ്? ജീവിക്കാനാണ്. ജീവിതമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറ്റും? പഠിച്ചു, പണമുണ്ട്, പക്ഷേ ജീവിതമില്ല. അപ്പോൾ എന്ത് പറ്റി? പ്രൊഫഷൻ ജീവിതത്തെ അങ്ങ് വിഴുങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷൻ നോൺസെൻസായിട്ട് മാറും. അപ്പോൾ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ കരിയർ പോയി, പ്രൊഫഷൻ പോയി. അത് എൻ്റെ മക്കളിത് അത് നിങ്ങൾ ദൈവത്തെ ശരിക്കും സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നോക്കണത് എങ്ങനെ നിന്നെ മെറിറ്റിൽ നിന്ന് ഔട്ടാക്കാവുന്ന നോക്കണത്. ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ, എവിടെ സർക്കാർ നിയമമായാലും പ്രൊഫഷൻ്റെ നിയമമായാലും എല്ലാ നിയമങ്ങളും എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്നെ ഡീമെറിറ്റിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിൻ്റെ ലൈഫ് സമ്മർദ്ദത്തിലാക്കി, കോമ്പറ്റീഷനിലാക്കി നിന്നെ ഔട്ടാക്കുകയാണ്. നിയമങ്ങൾ എന്ത് ചെയ്തതാണ്? ആരെയും രക്ഷിച്ചിട്ടില്ല, ഔട്ടാക്കിയതാണ് ചെയ്യണത്. ഈ നിയമം മനുഷ്യനെ ഔട്ടാക്കും. അത് ആത്മീയ നിയമമായാലും ശരി, അത് പാലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാപിയായില്ലേ? തീർന്നില്ലേ പരിപാടി? ആത്മീയ നിയമം. പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാതെ വന്നാൽ നമ്മളെന്ത് ചെയ്യും? സിന്നറായിപ്പോയി, ഔട്ടായി. നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് ഔട്ടാകണ പോലെ ഔട്ടായി. നിയമങ്ങളെല്ലാം മനുഷ്യനെ ഔട്ടാക്കുകയുള്ളൂ, എന്ന് വെച്ചാൽ അയോഗ്യമാക്കി കളയും. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായതാണ്. മോശ വഴി ഉണ്ടായ സംവിധാനം പലപ്പോഴും അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നീ വിൻ അല്ലെങ്കിൽ നീ ഔട്ടായി പോകും. അപ്പോൾ ഔട്ടാകുന്നവരുടെ എണ്ണം കൂടുതലാണ് അല്ലേ? എല്ലാവരും ഇന്നാവെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം വരുന്നത്. നിയമത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. 100 പേര് ഈ നിയമത്തിൻ്റെ ഫ്രെയിമിലൂടെ കടത്തി വിട്ടാൽ 70 പേര് ഔട്ടാകും, 30 പേര് അകത്താകും, യോഗ്യരാകും. അപ്പോൾ 70 പേര് ദൈവം സൃഷ്ടിച്ചതല്ലേ? അവരുടെ ഭാവി എന്ത്? അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതൽ എന്ത്? അതുകൊണ്ട് വചനം പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. കൈയെട്ടിച്ച് കർത്താവിനെ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിയമം മോശ വഴി ഉണ്ടായി. യോഹന്നാൻ 1:17.
എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. ഒന്നേറ്റ് പറഞ്ഞേ, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ മോശ വഴി നൽകപ്പെട്ട നിയമത്തിലൂടെ ആ നിയമം തന്നെ ഈ നിയമജ്ഞന്മാരും ഫരിസേയന്മാരും ചെന്നിട്ട് ആ നിയമത്തെ അവർ പിന്നെയും സങ്കീർണമാക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാവും അല്ല, എല്ലാ ദിവസങ്ങളിലും തന്നെ ആരെങ്കിലും ഒരു പ്രതിയോഗിയും യേശുവായിട്ട് ഫൈറ്റ് നടത്തുന്ന കാണാം. കാര്യം കർത്താവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു നിഴല് പോലെ ഇവരിങ്ങനെ തൂങ്ങിക്കെട്ടി പുറകെ നടക്കുന്ന ആൾക്കാരെ കാണാം. അവസാനം വരെ ഉണ്ടത്. കാര്യം ഇവർ നിയമങ്ങൾ സങ്കീർണമാക്കിയിട്ട് ഭൂരിഭാഗം മനുഷ്യരെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളും പുറംപോക്കിനും കളഞ്ഞ ആൾക്കാരാണ്. എന്താ കാര്യം? നിയമം സങ്കീർണമാക്കുന്ന അനുസരിച്ച് കൊണ്ട് ഇപ്പം സാബത്തിൽ ഒരു നിയമമുണ്ട് അല്ലേ? നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് സാബത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതൊരു നിയമമാണ്. ഇറ്റ്സ് ഓക്കെ. ആ നിയമത്തിൻ്റെ പെരുക്കങ്ങൾ എന്തുമാത്രം വന്നെന്നറിയാം? 3850 പെരുക്കങ്ങൾ വന്നതിൻ്റെ ആ നിയമം വ്യാഖ്യാനിക്കാൻ വേണ്ടി നിയമജനുണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഒരു സാബത്തിൽ ചെറിയ നമ്മൾ ബൈബിൾ വ്യാഖ്യാന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നത് റബിയുടെ പുസ്തകത്തിൽ. അതായത് ഒരുത്തൻ്റെ ചെരുപ്പ് സൂര്യാസ്തമയം വരെയാണല്ലോ ഈ സാബത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ്റെ ചെരുപ്പ് വള്ളി പൊട്ടിപ്പോയി. അപ്പം അതിനകത്ത് വള്ളി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? യാത്രക്കാരൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ സാബത്താണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ലേവ്യ പുസ്തകത്തിൽ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ നിയമത്തിൻ്റെ സങ്കീർണത പറഞ്ഞത് അങ്ങനെയാണ്. പെരുക്കം വരുന്നത് അങ്ങനെ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരമുള്ള ജോലികൾ. അപ്പോൾ വള്ളി പൊട്ടിയ ചെരുപ്പ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതെടുത്താൽ ചുമടായി പോകത്തില്ലേ? അപ്പോൾ അത് പാപമായി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് പറയും, യഹൂദന്മാരെന്ത് ചെയ്യും? വള്ളി പൊട്ടിയാൽ ആ അസ്തമിക്കണ വരെ ആ ചെരുപ്പ് വള്ളി പൊട്ടിയ ചെരുപ്പിൻ്റെ അടുത്ത് നിൽക്കും. ഒരു മനുഷ്യൻ്റെ ഭാരം തന്നെ, ജീവിതഭാരം തന്നെ കണ്ടില്ലേ? നിങ്ങളാണെങ്കിൽ കൃപാസനത്തെ വെച്ച് വള്ളി പൊട്ടിക്കുക. മിക്കവാറും ഞങ്ങളിവിടെ 10-15 ചെരുപ്പൊക്കെ എല്ലാ ദിവസവും കെട്ടിക്കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഇതെല്ലാം കൂട്ടിയിടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പരിപാടി എന്തറിയാമോ? ചിലരുടെ ചെരുപ്പ് മാറിപ്പോകും. ചില ആൾക്കാർ പഴയ ചെരുപ്പാണ് ഇവിടെ വരുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ടും പോകും. അത് ചിലപ്പോൾ നടന്ന് ഞങ്ങൾ പറയണില്ല, വേറെ ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുമെന്ന് പറയത്തില്ല. ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് ആരെങ്കിലും പുതിയ വേറെ ആൾക്കാർ നല്ല ചെരുപ്പ് അല്ലെങ്കിൽ പിന്നെ കക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ഒത്തിരി ചെരുപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ പോയി കഴിയുമ്പോൾ 5 മണിയാകുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. കുറേ ചെരുപ്പുകൾ ഇങ്ങനെ രാത്രി 9 മണിക്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ചാക്കിൽ കെട്ടിക്കൊണ്ട് മരച്ചുകൂട്ടിയിടും. അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതം സങ്കീർണമാക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മെറിറ്റില്ലാത്ത ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ നിയമം സങ്കീർണമാകുന്നതോടുകൂടി എന്ത് പറ്റും? നിയമം ടൈറ്റായി കഴിഞ്ഞാൽ ആനുകൂല്യം അർഹിക്കാത്ത ആൾക്കാരുടെ എണ്ണവും അവകാശികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരും. അവകാശികളുടെ എണ്ണം കുറഞ്ഞു വരും. ബാക്കി അപ്പോൾ കുറഞ്ഞു വരുമ്പോഴും അതേസമയം തന്നെ അവകാശികളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം പ്രാപിക്കാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. യോഗ്യതയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ജീവിത ദുരന്തമാണ്. അതായത് ഈ നിയമം സങ്കീർണമാകുകയും അതുപോലെ തന്നെ അത് അവകാശം പ്രാപിക്കാൻ കഴിവില്ലാത്തവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ നിസ്സഹായരായി പോകും. അപ്പോഴീ നിസ്സഹായരായ ജനം ദൈവത്തിൻ്റെ ഒരു ടാർഗറ്റാണ് എപ്പോഴും. അവിടുത്തെ ജനം നിസ്സഹായരും പരിഭ്രാന്തരുമാണെന്ന് പറഞ്ഞത്. യേശു അപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കാനുള്ള അവൻ ജനക്കൂട്ടത്തെ കണ്ടു. ആ ജനക്കൂട്ടം നിസ്സഹായവും ആരും സഹായിക്കാനില്ലാത്തവരും പിന്നെന്താണ്
ആരും സഹായിക്കാനില്ലാത്തെങ്കിൽ പിന്നെ അടുത്ത വികാരം എന്താ വരണത്? പരിഭ്രാന്തര്. വചനം അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു ജീവിതാവസ്ഥയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മത്തായി 9:36. മത്തായി സുവിശേഷം 9:36. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ പറഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ദൈവത്തിന് തോന്നുന്ന പ്രഥമ വികാരം എന്താണ്? അനുകമ്പയാണ്. ദാറ്റ് മീൻസ് കരുണ. അനുകമ്പയാണ്. കരുണ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമുക്ക് മെരിട്ടില്ലെന്ന് ഓർക്കുക. നമ്മുടെ മെരിട്ട് പോവുകയാണ്. ഇപ്പോൾ എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ പ്രശ്നം എന്താണ്? അവൾക്ക് കരുണയാണ് ആവശ്യം. അല്ല, നമ്മൾ പണ്ട് അഞ്ജു ആൻ്റണിയുടെ പ്രശ്നം എന്താണ്? മേലൂർ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് കരുണയാണ് ആവശ്യം. കാര്യം അവരുടെ റാങ്കിൽ കയറി വന്നതാണ്. പക്ഷേ ഇപ്പോഴേ അവർക്ക് 5-6 കൊല്ലത്തെ ഗ്യാപ്പായിപ്പോയി. കുഞ്ഞുങ്ങളെ പ്രസവിച്ച വിഷയം അവിടെ കൊണ്ട് തീരണില്ലല്ല. ആ കുഞ്ഞുങ്ങൾക്ക് വലിയ രോഗം വന്നാൽ പിന്നെ അതുങ്ങളെ കൂടെ ആശുപത്രിയിലായി. പിന്നെ എന്തെല്ലാം പുലിവാലുകളാണ്. ഓരോരുത്തരുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാകുന്നവരെ അപ്പനും അമ്മയും എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലേ. ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നവരൊക്കെ ഓർക്കണം, അത് കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച് വാങ്ങിക്കാനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടണത് അത്ര നല്ല കാര്യമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് സ്വാഭാവികമായി കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളായെന്നൊക്കെ പറയണത് അത്ര നല്ല കാര്യമല്ല. എന്താ കാര്യം? അത് നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് മേടിച്ചതാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കൽ നിന്ന് വാങ്ങിച്ചതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താമസിച്ച് മേടിക്കണം, പ്രാർത്ഥിച്ച് മേടിക്കണം. മനസ്സിലായില്ലേ? ഒരു വിഷയം അങ്ങനെയാണല്ലോ. അതായത് ഇൻ കേസ് അപ്പോൾ നിങ്ങൾ ഓർക്കും, അച്ഛാ അതെന്താ ഇങ്ങനെ പറയണമെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ പോലും എൻ്റെ മകനെ മകളെ ഇത് സ്വാഭാവിക നടപടി ആണെങ്കിൽ സ്വാഭാവികമായി നിങ്ങളിപ്പോഴും ആനിമൽ കിങ്ഡത്തിലാണ്. പല കിങ്ഡമില്ലേ? പ്ലാന്റിൻ്റെ കിങ്ഡമുണ്ട്, പിന്നെ ഹ്യൂമൻ കിങ്ഡമുണ്ട്, പിന്നെ ആനിമൽ കിങ്ഡമുണ്ട്. ആനിമൽ കിങ്ഡത്തിലെല്ലാം സ്വാഭാവികമായി ഡെലിവറി നടക്കുന്നു. പക്ഷേ നമ്മളൊരു ദൈവത്തിൻ്റെ മൈതലായി കഴിയുമ്പോൾ എന്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമായാലും അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ പഠിക്കണം. അതിനൊരു അഭിഷേകം വേണം. അല്ലെങ്കിൽ ഇതിലൊന്നും ദൈവത്തെ ഓർക്കത്തില്ല. ദൈവത്തെ ഓർക്കാത്തൊരു വിഷയമേ. ഒരാൾ ദൈവവുമായിട്ട് എന്തുമാത്രം, ഇന്നിപ്പോൾ ഞാൻ കൊച്ചനോട് നമ്മുടെ പ്രഭുച്ചനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതാ ജോമോളാണെന്ന് ഓർക്കില്ല, ഇന്നത്തെ ടോക്ക് അതായിരുന്നു. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഒരു ഇടക്കും തലക്കൊക്കെ നമ്മൾ ദൈവത്തെ ചുമ്മാ ഓർക്കണം. അങ്ങനെ ഓർക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീ ദൈവ പൈതലാണ്. ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെക്കുറിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കണം. ദൈവത്തെ ഓർക്കുകയും അപ്പോൾ ഹൃദയത്തിൽ മധുരം തുളുമ്പുകയും ഒക്കെ ചെയ്യണം. ദൈവത്തിൻ്റെ പരിപാലനം ഓർത്തുകൊണ്ടും. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ പറഞ്ഞതാണത്. ഒരു ഇഷ്യൂ ഉണ്ടായി, മകൾ കണ്ടവൻ്റെ പുറകെ പോയപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് കാലിയെ കെട്ടിക്ക് വീണ് അമ്മ ദൈവത്തെ ഓർക്കണത്. മണ്ടത്തരം, തീർന്നില്ല പരിപാടി. ദൈവത്തെ നീ നിരന്തരം ഓർത്ത് ജീവിക്കുന്നതാണ് നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. നീ ദൈവത്തെ ഓർക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഓർക്കണ ഓർമ്മ മുഴുവൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാ. അപ്പോൾ നീ ദൈവവേദനല്ല, നിൻ്റെ റിലേറ്റീവ് നീ തന്നെയായിരിക്കും. അവിടെ ദൈവത്തിന് വേറെ ചാൻസ് ഒന്നുമില്ല. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ല അത് ഓർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കും. സത്യമേ പറയാവൂ, തമ്പുരാൻ കൈവെട്ടിക്കളയും. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒന്ന് കൈവെക്കിക്കേ. സീറോയാണ്. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് അവർ സ്പിരിച്വാലിറ്റി. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ. അപ്പം ദൈവത്തെ നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതെന്താണ്? നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഭയങ്കരമായ ഒരു പോവർട്ടി, സ്പിരിച്വൽ പോവർട്ടി, ആധ്യാത്മിക ദാരിദ്ര്യം.
ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തെ ദൈവത്തിന് വേണ്ടി ഓർക്കുന്ന, ദൈവത്തെ ദൈവത്തിന് വേണ്ടി ഓർക്കുന്ന ധനികരായ ദൈവ പൈതലായി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായേ നിൻ വഴിയിൽ ഞാനണയാ ഇനിമേ കരുണാമയനേ എനിക്കെന്നും നീ അഭയം. ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾ അഞ്ജു ആൻ്റണിയുടെ സാക്ഷ്യങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് ഒരു 6ാമത്തെ വർഷം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. നമുക്കറിയാമല്ലോ, ഇത് അധികം ജോലി സാധ്യതയുള്ള ഒരു കുറച്ച്. ഇപ്പം ലോറിയുടെ ഒരു എൻജിനീയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ലോറികൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട്. വിമാനങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലില്ലല്ലോ. അതുകൊണ്ട് എയറോനോട്ടിക് എൻജിനീയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സാധ്യത കുറവാണ്. അപ്പം അതിൻ്റെ ഗ്യാപ്പുമായി പിന്നെ ടച്ച് വിട്ടുപോയി. അതിൻ്റെ കാര്യം നമുക്കറിയാം. ടച്ച് വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഗ്യാപ്പോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാപ്പോ എന്ന ആൾക്കാർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേഴ്സാണ്, ഗ്യാപ്പുണ്ട് 5 കൊല്ലത്തെ. എന്തുകൊണ്ടാണ് ആശുപത്രിക്കാർ എടുക്കാത്തത്? ടച്ച് വിട്ടു പോയത് കൊണ്ടാണ്. ഇപ്പം ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്, ഗ്രീക്കും പഠിച്ചിട്ടുണ്ട്, ലാറ്റിനും പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ കൊല്ലം ടച്ചിന് പഠിച്ചതാണ്. ഹിന്ദി സ്കൂളിൽ പഠിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സാധനമെല്ലാം ടച്ച് വിട്ടുപോയി. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, എനിക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഞാനിപ്പോൾ അന്ന് മുതൽ അച്ഛനായ കാലം മുതൽ ഇന്ന് വരെ എഴുത്തും വായനയുണ്ട്. അത് കാരണം എഴുത്തും വായന, അപ്പോൾ ഗവേഷണമുണ്ട്, റിസർച്ചുണ്ട്. അതുകൊണ്ട് ലാറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ ലാറ്റിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോടൊക്കെ സംശയങ്ങൾ ചോദിച്ച് വെരിഫൈ ചെയ്തൊക്കെ എഴുതണം. എന്നാലും അന്ന് പഠിക്കണ കാലത്തുണ്ടായിരുന്ന സംസ്കൃതത്തിൻ്റെ, ഗ്രീക്കിൻ്റെ, ലാറ്റിൻ്റെ ടച്ച് ഇപ്പോൾ ഇല്ല. ടച്ച് വിട്ട് പോയതാണ്. അതാണ് സംഭവം. അതാണ് ഗ്യാപ്പിൻ്റെ പ്രോബ്ലം. ഉപയോഗിച്ചില്ലെങ്കിൽ ഗ്യാപ്പായി പോകും. പ്രൊഫഷൻസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഠിക്കാത്ത പോലെയാണ്. നിസ്സാരമല്ല വിഷയം. അതുകൊണ്ട് അഞ്ജുവിൻ്റെ ഇൻ്റർവ്യൂവിന് അഞ്ജു തോക്കുകയാണ്. കാര്യം അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യിക്കുന്നതിന് 10-50 പേര് എൻജിനീയേഴ്സുണ്ട്. അവരെല്ലാം കോമ്പറ്റീഷൻ 6 സീറ്റേ മറ്റേ ഉള്ളൂ. 50 പേര് വന്നിട്ടുണ്ട്. അതെല്ലാം പുതിയ പിള്ളേരാണ്. ഇടിച്ച് പൊളിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ശക്തമായ മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഇവരെ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ശ്വാസം പോയി. എന്താ കാര്യം? കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഇത്രയും ഗ്യാപ്പുമായി പിന്നെ ആൾ ചിലപ്പോഴും ഫിഗർ ഔട്ടാവും. ഈ പ്രൊഫഷണൽസിന് ഫിഗർ ഭയങ്കരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതൊന്നും ഫിഗറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റ് ചെയ്യും. അതൊക്കെ നിസ്സാര കാര്യമല്ല. ഫിഗറില്ല, നമ്മുടെ ബോഡി ഷേപ്പ് അവർ ഇൻ്റർവ്യൂവിൽ ആ സാധനം കാണത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റിലുണ്ടാവും. ഇൻ്റേണൽ അസസ്മെൻറ്റിൽ ബോഡി ഷേപ്പ് എല്ലാം പ്രശ്നമാണ്. നിങ്ങളുടെ സൗന്ദര്യം വരെ പ്രശ്നമാണ്. ഡ്രസ് കോഡ്, നിങ്ങളുടെ നടപ്പ് എല്ലാം. അതെല്ലാം ഇംഗ്ലീഷ് മീഡിയം ഒരു പ്രൊഫഷണൽസിനെ നടത്തി പഠിപ്പിക്കത്തില്ലേ അവർ. നമ്മുടെ വാക്കിംഗ് എല്ലാം സ്റ്റൈലാണ്, സ്മാർട്ട് വാക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഞ്ഞിയാണെന്നും പറഞ്ഞ് അവർ തട്ടിക്കളയും. കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതെല്ലാം മെറിറ്റിൻ്റെ പ്രോബ്ലമാണ്. മെറിറ്റിൻ്റെ ആധുനിക കാലത്ത് മെറിറ്റെന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോവുകയാണ്. പണ്ടത്തെ മെറിറ്റല്ല. അപ്പോൾ പലപ്പോഴും മെറിറ്റ് നിസ്സാര കാര്യങ്ങൾ പോലും, നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങളെ പോലും മെറിറ്റുകൾ അന്വേഷിക്കുന്ന ആധുനിക ലോകത്തിൻ്റെ മത്സരത്തിൻ്റെ വാതിക്കലാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യണത്. ഇവളെല്ലായിടത്തും പൊട്ടിപ്പോയിട്ട് ഇവൾ കരഞ്ഞ്, അവൾ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് കരയാൻ തോന്നിയില്ല, എനിക്ക് അവിടെ നിന്ന് കരയാൻ പറ്റിയില്ല, ഞാനൊരു എൻജിനീയർ അല്ലേ, ഞാൻ അവിടെ നിന്ന് കരയാൻ പറ്റും, ഞാനൊരു വാഷ്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞെന്ന്. എൻ്റെ ജീവിതം പോയില്ലേ,
എൻ്റെ ജീവിതം പോയില്ലേ. അതാണ് നമ്മൾ ജീവിതത്തിൽ അടുക്കുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ജീവിതം പോയില്ലേ, ഞാൻ ഇത്രയും കാലം പഠിച്ചതും ഒരു അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടാണ്, അത് വാങ്ങിച്ചിട്ട് ആ റാങ്ക് നിലനിർത്താൻ എന്ത് പാടാണ്, അതെല്ലാം തീർന്നില്ലേ, ഞാൻ ഔട്ടായിപ്പോയി. അപ്പോഴെനിക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ എനിക്ക് കരച്ചിൽ വന്നു. പക്ഷേ ഞാനൊന്ന് ഓടി വാഷ്റൂമിൽ പോയി ബാത്റൂമിൻ്റെ കതകടച്ചിട്ട് പൊട്ടിക്കരഞ്ഞെന്ന്. പിന്നെ തളർന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ആകപ്പാടെയുള്ള ആസ്തി ഇനി ഉടമ്പടി മാത്രമെന്ന്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ തീർന്നു, ഇനി എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ, ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അഞ്ജുവിന് ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതാണ് ഞാൻ നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ എന്നാ സംഭവം എന്ന് വിചാരിക്കും. അതായത് എല്ലാം തളർന്ന് എല്ലാ മെറിറ്റും പോകുമ്പോഴും ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. എന്താണത്? അത് വർക്ക് ചെയ്യണത് എന്താണ്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഒന്ന് പറഞ്ഞേ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ കൊണ്ട്, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അഞ്ചു ആ ജോലി വാങ്ങിക്കുന്ന മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോണത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവൾ പക്ഷെ അത് പ്രൊക്ലെയിം ചെയ്ത് എന്താണ്, ഞാൻ വാഷ്റൂമിൽ വന്ന് കരഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ എന്നോട് ഗുഡ് ബൈ, എൻ്റെ പ്രൊഫഷനോട് ഗുഡ് ബൈ പറയുകയാണ്. ഇനി എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടി കൊണ്ടായിരിക്കും, അത് അമ്മയായിരിക്കും എന്നെ തിരിച്ചു വിളിക്കണമെന്ന്. എൻ്റെ ദൈവപൈതലേ, അതാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ റെലമെന്ന് പറയുന്നത്. വീണ്ടും ഈ ആഴ്ചയിൽ കേട്ട ഇതെല്ലാം ജോലി സാക്ഷ്യങ്ങളാണ്. വേറൊരു സാക്ഷ്യം ശോഭയുടെ സാക്ഷ്യം കേട്ടോ. ശോഭയുടെ സാക്ഷ്യം, ശോഭയുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട്, ഭർത്താവിന് ജോലി നഷ്ടപ്പെടാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ജോലി നഷ്ടപ്പെടാൻ കാര്യം, അത് ഭർത്താവിൻ്റെ തലയിൽ ഒരു മുഴ വന്നു. അപ്പോഴവിടെ ഡോക്ടർ നഴ്സിൻ്റെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയൊക്കെ എടുത്തപ്പോൾ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, ഇതിവിടെ നിന്നായി ചികിത്സിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ പോയി ചികിത്സിക്കണം, ഇവിടെ നിങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ, അപ്പം നാട്ടിലല്ലേ ഉള്ളൂ, തന്നെയല്ലേ ഇവിടെയൊക്കെ ഭയങ്കര പൈസയൊക്കെ ആകത്തില്ലേ, അപ്പം അത് നാട്ടിൽ പോകാൻ. അപ്പം അയാളുടെ ജീവിതം തീർന്നു. തലയിലകത്താൻ മുഴ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് തല പൊട്ടിക്കേണ്ടി വരും, തലയൊട്ടി പൊട്ടിക്കേണ്ടി വരും, ഉള്ളിലോട്ടത് പോയിട്ടുണ്ട്, അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്, തലച്ചോറിലോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ തല മൊത്തം പൊട്ടിക്കേണ്ടി വരും. അപ്പം നാട്ടിൽ പോയി തല പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്യാം, ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതെല്ലാം കൃപാസനം ഈ അൾത്താറെ വന്നു പോയ കണ്ണീരിൻ്റെ അനുഭവങ്ങളാണ്. ആ കണ്ണീർ അനുഭവങ്ങളൊക്കെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം. ഉടമ്പടി എങ്ങനെയാണ് മനുഷ്യനെ, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു വിസ്മയ ദിവസമാണ്. കാര്യം നമുക്ക് കണ്ണീര് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ പോലെയാണ്, സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. പറഞ്ഞേ, കരച്ചിൽ വരുന്നു, പ്രഭാതത്തിൽ സന്തോഷവും. അപ്പോൾ സന്ധ്യയിൽ ഇപ്പം നമുക്കൊരു കരച്ചിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, അടുത്ത പ്രഭാതം നമ്മുടേതാണ്, നമ്മുടെ ദൈവം അവിടെ നമുക്ക് സന്തോഷവും സമാശ്വാസം കൊണ്ട് നിൽക്കുന്നുണ്ട്. കാര്യം 5 പറഞ്ഞില്ലേ, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. എല്ലാം പോയി, എൻ്റെ റാങ്കും പോയി, എൻ്റെ പ്രൊഫഷനും പോയി, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. അപ്പോൾ ഉടമ്പടിയിൽ അവൾക്കൊരു വിശ്വാസമുണ്ട്, അതാണ് വിഷയം. ചില ആൾക്കാർക്ക് തോറ്റു പോകുമ്പോൾ ഉടമ്പടി മറന്നു പോര്. പക്ഷെ 5 മറന്നില്ല. 5 പറഞ്ഞ് ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. പക്ഷെ അമ്മ അത് ടേക്കപ്പ് ചെയ്തു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ മെരിറ്റ് ലൂസായി നിങ്ങൾ ഇങ്ങനെ ഡെസേർട്ടഡായി പോയാൽ, മരുഭൂമിയിൽ ഇങ്ങനെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട് പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. എന്താ കാര്യം? അവൻ വിശ്വസ്തനായിരിക്കും എന്നുള്ള ആ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയും ബോധവും ഉള്ള ആൾക്കാർ ഉടമ്പടി പാലിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടമ്പടി ഡൗണാക്കി, എവിടെയെങ്കിലും ഒന്ന് ഉടമ്പടി അല്പം പാലിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. അല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ മുന്നേറണം. ബാക്കിയുള്ള ചെയ്തുകൊണ്ടും അടുത്ത സമയത്ത് അത് മറ്റുള്ളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടും അങ്ങ് മുന്നേറണം. ഇട്ട് കളയരുത്. പിശാസാണ് പറയണത്, ഒരെണ്ണം ഇട്ട് കളഞ്ഞില്ലേ, ഇനി ഉടമ്പടി പോയി,
ഇത് നൊവേനെ പോലെ ചില ആൾക്കാർ പറയും, നൊവേന 6 കൂടി 7ാമത്തെ കൂടാവത്തില്ല, ഇനിയിപ്പോൾ പോയില്ലേ, ഇനി നിർത്തിയേക്കാം, അല്ലെ പിന്നെ ഒന്നൊന്ന് കൂടണ്ടേ. അങ്ങനെ ഒന്നും ഉടമ്പടിക്കില്ല. ഉടമ്പടി സിമ്പിളായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നിനക്കിപ്പോൾ തെറ്റിപ്പോയി, നീ തെറ്റിപ്പോയെങ്കിൽ നീ മുട്ട് കുത്തി കണ്ണീരോടെ പറഞ്ഞ, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും അങ്ങയോടുള്ള ഉടമ്പടിയിൽ കാര്യം ദൈവം നിലനിൽക്കുന്നുണ്ടല്ലോ. ദൈവം നിൻ്റെ ഉടമ്പടി തന്നെ ഇപ്പോഴും ഉണ്ട്, ദൈവം ഇട്ടു പോയിട്ടില്ല. അതുകൊണ്ടാണ് 2 തിമോത്തി 2:13 പ്രധാനപ്പെട്ട വചനമാകുന്നത്. 2 തിമോത്തി 2:13 എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാകുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കയർ പിരിക്കണ ഒരു പരിപാടിയുണ്ട്. ഇപ്പം കയർ പിരിക്കുമ്പോൾ ആ 2 കയറിട്ടിട്ട് അപ്പുറത്ത് ഇപ്പം 2 ആൾക്കാർ നാട്ടിൻ പുറത്ത് കൈക്ക് പിരിച്ചുകൊണ്ടിരിക്കും. അപ്പം കയറിന് മുറുക്കം വരുമ്പോൾ ഏറ്റവും തളർന്ന, ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് ഇത്തിരി ബലഹീനമായ പാർട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷേ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരാ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഉടമ്പടി ഇങ്ങനെ, ഉടമ്പടി 2 പേരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാകും. അപ്പോൾ പിന്നെ നീ എന്താണ്, വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ? നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് 2 റീസ്റ്റാർട്ട് ചെയ്യണം, അത്രേ. ജീവിതം തീർന്നുവെന്ന് ശോഭയും ഹസ്ബൻഡും വിചാരിക്കുന്നു. അവർക്കുള്ളത് എന്താണ്? ഉടമ്പടിയുടെ ഒരു ബലമാണ്. പക്ഷെ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ്, മേജർ ഓപ്പറേഷനാണ്. കുടുംബം വെളുത്തു പോകുന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് വെറും ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണമെന്നും സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത്. അപ്പോൾ കാർമേഘം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നും പ്രളയമായി ഒഴുകിപ്പോകുന്നൊന്നും ധരിക്കരുത്. കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ്? നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ മക്കളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവവുമായിട്ട് ഒരു റിലേഷൻ വെക്കരുത്. ഇപ്പോൾ ചിലരങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷിയൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പിന്നെ എന്തു ചെയ്യും? പിന്നെ പഴയ ലോകത്താനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും. അതാണ് പ്രോബ്ലം. അത് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൗശന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ചു വരുമെന്നും, നിങ്ങളിപ്പോൾ അത്യാവശ്യം നിക്കക്കളിയില്ലാത്തതുകൊണ്ട് പട്ടങ്ങി പറയണമെന്നും, നിങ്ങൾ പഴയ പിഴച്ച ആൾക്കാരായിട്ട് തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനും ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും, ഉടമ്പടി താമസിക്കാം. അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ്: കർത്താവേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവസ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും ഏറ്റു പറഞ്ഞ്, ദൈവമേ ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും സാക്ഷ്യജീവിതവും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എക്കാലവും നിലനിർത്താം. എന്നെ സഹായിക്കണമേ. ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേക്കുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയോ, നീ വന്നു സൗഖ്യമേയോ, നീ വന്നു ജീവനേയോ, ഞങ്ങളിൽ വാസമാകൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇയാളുടെ അസുഖം ഇപ്പോൾ മേജർ ഓപ്പറേഷനൊന്നുമില്ല. അവരങ്ങനെ ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റിൻ്റെ ടൈമല്ലേ. അപ്പോൾ സോഫ ജോലിക്ക് പോയെങ്കിലും ബെഹറിലായിട്ടാണ് പോയത്. ബെഹറിൽ ജോലി കിട്ടിയത് ഒരു പാകിസ്ഥാനിൻ്റെ കടയിലാണ് കിട്ടിയത്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല.
പാകിസ്ഥാനിലെ കടയിലാണ് ജോലി കിട്ടിയത്, ബഹ്റിനിൽ പോയെങ്കിലും. അതുകൊണ്ട് പക്ഷേ ജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവളുടെ ജോലിയാണ് വെച്ചിരുന്നത് ഒരു കാര്യം. പിന്നെ എന്ത് ചെയ്ത് ബഹ്റിൻ മിനിസ്ട്രിയിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്കറിയാവോ? അതായത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അവിടെ തന്നെ അത് ഫസ്റ്റ് ടൈമാണ്. അവരെക്കാൾ കവന്മാരായിട്ട് ആൾക്കാരവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ സ്വാധീനമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അതിലെ മെറിറ്റ് ഉള്ളവരുണ്ട്. ഞാൻ എന്താ ഈ പറയണത്? ശോഭയ്ക്ക് മെറിറ്റില്ലെന്നാണ് പറയണത്. അതാണ് പറയണത്, യോഗ്യതയില്ല. ഉടമ്പടി എങ്ങനെ നോട്ട് ബൈ മെറിറ്റുകാരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് അറിയണം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താ, മിനിസ്ട്രിയിൽ ഈ പാകിസ്ഥാനിൽ കടയിൽ എടുത്തുകൊടുപ്പുകാരത്തെ നിന്ന കക്ഷിയെ പെട്ടെന്നാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടണത്. അതാണ് എൻ്റെ വിഷമം. അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ഏറ്റവും പറയാനുള്ള സാക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗ്രൗണ്ട് സീറോയിലായിട്ട് ഇങ്ങനെ ആൾ റെഡ്യൂസ് ചെയ്ത് പോവുകയും ഉടമ്പടി ഇവരെ പൊക്കിയെടുത്ത് ഭർത്താവിനെ സുഖപ്പെടുത്തി ഇവരെ പാകിസ്ഥാനിൻ്റെ കടയിൽ നിന്ന് അത് അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആ ജോലിയിൽ നിന്ന് ഇവൾ ലിഫ്റ്റ് ചെയ്ത് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി ഹൈ സാലറി പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആണ്, ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ബൈബിള് ഇത് സിമ്പിളായിട്ടാണ് ചെയ്യണത്. എന്താ സാധനത്തിൽ ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. 111-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ വാഗ്ദാനമുണ്ട്. അവിടെ 111:4 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 111:4 ശ്രദ്ധിക്കട്ടെ. 111-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കാര്യങ്ങൾ പോകണ്ടല്ലോ. ഒന്ന് പറഞ്ഞ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ജീവിതമാർഗം എന്നതിൻ്റെ അർത്ഥം ആഹാരത്തിൻ്റെ കപ്പ പുഴുങ്ങി കൊണ്ടുവന്ന് കൈ തരുന്ന കാര്യമല്ല ഈ പറയണത്. ജീവിതമാർഗം നൽകുന്നു. എന്താണ്? തൻ്റെ ഭക്തർക്ക് പറഞ്ഞേ, തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. എന്ത് ബേസിലാണ് ഈ ജീവിതമാർഗം? ജോലിയല്ലേ? ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയല്ലേ? വിദ്യാഭ്യാസം തന്നെയാണല്ലോ, ആഹാരമാണല്ലോ. ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോണത്. അപ്പം തൻ്റെ ഭക്തർക്ക് സങ്കീർത്തനം 111:4 അത് വാഗ്ദാനമാണത്. എന്താണ്? തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. എന്ത് ബേസിലാണ് ജീവിതമാർഗം നൽകണത്? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ സങ്കീർത്തനം 111:4 ഇതിൻ്റെ ബേസിക് വേർഡ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ജു ആൻ്റണി എറണോട്ടിക് എഞ്ചിനീയർ, 6 വർഷം ഗ്യാപ്പുള്ള എഞ്ചിനീയർ, അവരെക്കാൾ ശക്തരായ ആൾക്കാരുമായിട്ടാണ് അവർക്ക് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 0 ആ ഹീറോ സ്കോറിൽ നിന്ന് അവർ നിലയം വിളിച്ച് ബാത്റൂമിൽ പോയി ഉച്ചത്ത് നിലവിളിച്ചിട്ട് സങ്കടത്തോടെ പ്രൊഫഷനോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചു വിളിച്ചത് ആരാണ്? ഈ സങ്കീർത്തനം 114. എന്താണ്? അവൾ ഉടമ്പടിയോട് വിശ്വസ്തയായിരുന്നു.
നമ്മൾ ചുമ്മാ അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്ക്, അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് മെരിറ്റ് പോകുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത്, ജോലി കിട്ടുന്നത്, ഇറ്റ് ഈസ് മെരിറ്റ് പോയാൽ പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അതാണ് 114 പറയണത്. അവിടെ ഏറ്റവും പറഞ്ഞ അവിടുന്ന് തന്റെ ഭക്തർക്ക്, അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം നൽകുന്നു. എന്താണ് അടുത്ത വചനം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. നിങ്ങൾ മനസ്സിലായില്ലേ? ആഹാരം നൽകുന്നത് ഈ മെരിറ്റ്, ശോഭയ്ക്ക് ജോലി കിട്ടിയതും പാകിസ്ഥാൻ്റെ സാധാരണ കച്ചവട പിടികയെന്ന് ബെഹ്റിൻ്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിലെ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി അനുദിനം അനുസ്മരിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി ഭക്തയായി ഉടമ്പടിയിൽ വളരുവാനും എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതമാർഗവും ഉടമ്പടിയും ഭക്തിയും തമ്മിൽ വളരെ ഇൻ്റർകണക്റ്റഡാണ്, വളരെ കണക്റ്റഡാണ്. ഭക്തി അതെന്താ പറയണത്? അവിടുന്ന് അത് 114 എന്താ പറയണത്? അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. എന്താണ് കാരണം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത്. ഭക്തി ഒരു പ്രശ്നമാണ് നിന്റെ അകത്തെ. ഉടമ്പടിയും ഭക്തിയും. ഇപ്പം നിനക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വസ്തു വിൽക്കണം, രോഗം മാറണം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന ഭക്തിയിലാണ്. ഈ ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉടമ്പടിയുടെ ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളി കമന്നടിച്ച് കിടക്കണമല്ല ഭക്തി. ഉടമ്പടിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന്. ഇല്ലേ? പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഒരു ഭക്തി പ്രത്യയം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത്ത എന്ന ഭക്തി, ഫായും ഫാ പ്ലസ് ത വെച്ചാൽ ഇത്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം, ഒട്ടണം എന്നാണ് അർത്ഥം. രക്തമില്ലേ? രക്തത്തിനൊരു ഇത്ത ഉണ്ടല്ലോ, ഒട്ടണം എന്നതിന് അർത്ഥം. വെച്ചാൽ രജോ ഗുണത്തോട്, രജോ ക്ഷത്രിയ ശക്തി. അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത്. അതായത് രജോ ഗുണം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, നമുക്കറിയാം. തമോ ഗുണമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടന്മാരുടേത്, ക്രിമിനൽസിൻ്റെത് തമോ ഗുണം. രജോ ഗുണം ധൈര്യശാലികളുടേത്, അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ രജോ ഗുണം. പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ അധികം തരംതിരിവുണ്ട്. ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടു നിൽക്കുന്ന സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയും. രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം. ഇനി എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ഒരു യുക്തായുണ്ട്. ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ്
ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ്. ശക്തമായി ഒട്ടും. പലതരം പശയില്ലേ, കഞ്ഞിയുടെ പശുണ്ട്, മൈദാ പശുണ്ട്, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി. ഭയങ്കര അഡിഹേഴ്സുമായിപ്പോയി. എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തോട്ട് വരുന്നില്ല. അത്രയും ഭയങ്കര പശയായിപ്പോയി. അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട്. അപ്പോൾ ഈ ഭക്തിയിലും നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട്. അതിലും തന്നെ പശക്ക് പലതരം പശുണ്ട്. ചുമ്മാ നാക്കുകൊണ്ട് ഭക്തിഗാനം പാടിയാലും ഭഗവാനോട് ഒട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും. ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഭക്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തിഗാനമാണെങ്കിൽ ഭക്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു അടുപ്പം തോന്നും, ഭഗവാനോട് നമ്മൾ ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. കാര്യം ഭക്തിഗാനത്തിനൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടത്തില്ല ഈ സാധനം. പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷെ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. നാക്കിൻ്റെ ചൊല്ലലല്ല. എന്താ ഉപയോഗിക്കണത്? ചെയ്യലാണ്. അത് പണ്ടാരപ്പശയാണ്. അതാണ് സാധനം. അതായത് നീ മനഃപൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ ഇപ്പം നമ്മൾ രോഗികളെ കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, കടുത്ത കാര്യങ്ങളെ. ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത്. പത്രം കൊണ്ടേ കൊടുക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ. അതിന് കുറച്ചുകൂടി കൂടിയ ദൈവസ്നേഹം വേണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ്. പരിചയമുള്ള രോഗികളല്ല, പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം, കൂടിയ ഭക്തി വേണം. അതിന് സാധാരണ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല, പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും, ക്വാളിറ്റി മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമമെന്ന് പ്രഭുവച്ചൻ പറഞ്ഞു. കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഉടമ്പടി എടുത്തതിൽ 50% കള്ളന്മാരുണ്ടാകും. അതുവെച്ചാൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പും. പഴയതുപോലെ പവർ കാണിക്കത്തില്ല. ആ പത്രം കൊടുക്കുമ്പോൾ ഇനി ഇത് കൊടുക്കുക, ഇത് കൊടുത്ത് അവസാനിപ്പിക്കുക, എപ്പോഴും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പത്തേക്കൾ ഉഴപ്പും. ചില ആൾക്കാർ കുറച്ചുകൂടി തീഷ്ണമതികളായി മാറും. കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭക്തിയിലാണ് വർക്ക് ചെയ്യണത്. ഭക്തി, നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത്. ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം. കാര്യം എന്തുമാത്രം സ്നേഹം കൂടുന്നുവോ ദൈവത്തോട്, അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലായേ? അതാണ് സംഭവം. എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ്, ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ്. എന്തുമാത്രം ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അമ്മയും അത് തന്നെയല്ലേ പറയണത്. അമ്മ എന്താ പറയണത്? 1:50 വായിച്ചമോളെ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതായത് ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ലൂക്ക 1:50 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ പറ്റും? തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും. എന്നുവെച്ചാൽ നിൻ്റെ ഇപ്പം അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, അമ്മമാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണല്ലോ, വേറെ തലമുറയല്ലേ. പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമ്മമാരും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ 75 വയസ്സ് കോഴിക്കോട് നിന്നൊരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള അമ്മാമ്മ വന്നു. എന്നാ പവറാ!
അവരോട് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും. അത്രയും പവർ 70 വയസ്സുണ്ടെന്ന് ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കണ വയസ്സല്ല, ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത്. വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ്, ഞങ്ങളുടെ അസസ്മെൻറ്റിൽ എന്താ ചെയ്യണം. അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ല ഉടമ്പെടുക്കണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട്. മറ്റുള്ളവർ ചുമ്മാ മരുമകൾ വീട്ടിൽ ഇരുന്ന് അതെന്ത് ചെയ്യരുത്, നീ ഇവിടെ പേടി, ഇന്നലെ ഇവിടെ പേടി, ഇന്നലെ മെനയെന്ന് ഇവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നാലേ എന്നാൽ പിന്നെ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല, ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്നറിയാം, എടുപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈശോ അമ്മ എന്താ പറഞ്ഞത്? ലൂക്ക 1:50 എന്താ പറഞ്ഞത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും പ്രദർശിപ്പിക്കും. അപ്പൊ 2-3 പ്രശ്നമാണ് അവിടെ. അതെല്ലാം ഉടമ്പടിയാണ്. കാര്യം അവിടെ കാരുണ്യം വന്നിട്ടുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ കാരുണ്യം, മെറിറ്റിലല്ല. അപ്പം തലമുറകളോട് കാരുണ്യം കാണിക്കും. നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും. ആരുടെ? ഭക്തരുടെ മേലാണ്. ആ ഭക്തി കാണിക്കുന്ന വ്യക്തി ഭക്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ, സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും. ഞാനൊക്കെ എപ്പോഴും കൊതിക്കണ ഒരു സംഭവമാണ്. എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത പോലെയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത്. അങ്ങനെ ഒരു സുവിശേഷകൻ ഇങ്ങനെ പനി പിടിച്ച് മരിക്കണേ. സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റാണ് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോണത്. അതാണ് അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് എത്താൻ മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. കാര്യം ഇത് അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്. അതുകൊണ്ട് സങ്കീർത്തനം എന്താ പറയണത്? അവിടുന്ന് സ്നേഹത്താൽ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 സങ്കീർത്തനം 91:44 ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം തമ്പീരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പീരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ കർത്താവിൻ നാമം വാഴ്ത്തിടാം. കേട്ട വചനങ്ങളെ നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അങ്ങ് വർഷിക്കുന്ന കാരുണ്യത്തിന്, ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നല്ല ഇടയനെ സ്തുതിച്ചിടുവിൻ, നല്ല ഇടയനെ സ്തുതിച്ചിടുവിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്. തമ്പീരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പീരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പീരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഇരിക്കുക. സങ്കീർത്തനം 91:14 അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ
ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. Praise the Lord. Praise the Lord. അതായത് ഈ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ആദ്യം കണ്ട വചനത്തിലുണ്ടായിരുന്നത് ഭക്തിയാണ്. 111:4 നമ്മൾ കണ്ടത് എന്താണ്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്, അടിസ്ഥാനം എന്താണ്? ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം. പിടികിട്ടിയാ? ദൈവം നമ്മുടെ നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം. ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ഒട്ടലില്ലേ, അത് എന്തുകൊണ്ടാണ് ഒട്ടണത്? ദൈവസ്നേഹത്താലാണ് ഒട്ടണത്. 91 സങ്കീർത്തനം അതല്ലേ പറയണത്? 91:14 അല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം. അപ്പോൾ ഒട്ടി നിൽക്കുമ്പോൾ രക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും. അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ്, ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ, വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ദൈവം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നതും നീ ദൈവത്തെക്കുറിച്ച് ഭക്തിയോടെ ഓർക്കുമ്പോഴാണ്. ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം. വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി, യു ലോസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ഗോഡ്. അതാണ് സത്യം. എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ അവിടെ വെച്ച് നീ ഭക്തനല്ലാതായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുവാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. മക്കളെ, ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് ഓർമ്മയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന, ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിത അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവപൈതലാകും. കാര്യം ഇതൊരു ഓർമ്മയിലാണ് നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത്, ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല. അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സെന്റ് പോൾ റെഫറൻസ്, ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു, അവൻ്റെ തിരുമരണത്തെക്കുറിച്ച് ഓർക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊറിന്തോസ് 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിൽ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കർത്താവിൻ്റെ മരണമാണ് ഓർക്കുന്നത്. എന്നുവരെ ഓർക്കും? അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും ഇവിടെ. അതുകൊണ്ടാണ് മാസിനേക്കാൾ, കുർബാനയേക്കാൾ വലിയതൊന്നും ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധ
മാർ പറയണത് അതാണ്. കുർബാന സ്ഥാപിക്കുന്നതൊക്കെ വലുത്. കാര്യം അത് ഓർമ്മയുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ദൈവത്തെ നമുക്ക് ഓർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും, ദൈവസ്നേഹത്തിലും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൽ നിറയാനും നമുക്ക് ദൈവത്തോടെ സ്നേഹത്തിൽ നിറയാനും. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ 10 അനുസ്മരിക്കാൻ കാരണം എന്താണ്? 91:14 വായിച്ചത് 91 നമ്മൾ ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ അനുസ്മരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും ഒമേഗയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ്. കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു. ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെ കൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് IELTS പാസ്സാകണം, അതുപോലെ എന്തെങ്കിലും വസ്തു വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പോകണില്ലേ? അതല്ല സംഭവം. ഇറ്റ്സ് എ ബയലാറ്ററൽ എഗ്രിമെൻ്റ്. എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും അതുവഴി ദൈവം നമ്മളുടെ സ്നേഹത്താൽ നിറയാനും നിറഞ്ഞ് നമ്മളെ തണുക്കെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ്. അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ, അതാണ്. ആ ഓർമ്മയെക്കുറിച്ചാണ് 111:4 പറയണത്. എന്താണ്? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. പിന്നെ എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പം അനുസ്മരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്ക ദൈവസ്നേഹം ഉണ്ടാകണം. കാര്യം എന്താണ്? ഭക്തിയല്ലേ, ഭക്തർക്കല്ലേ, ഭക്തരുടെ ഉടമ്പടിയല്ലേ അനുസ്മരിക്കണത്, അല്ലേ? ദൈവം ഭക്തരുടെ ഉടമ്പടിയാണ് അനുസ്മരിക്കണത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബേസിക് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഭക്തി ഒട്ടി നിൽക്കുന്ന പരിപാടിയാണെങ്കിലും ശരിക്കും ഒട്ടിക്കണത് എന്താണ്? അവിടുന്ന് സ്നേഹത്തിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 91 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 തിരുവചനം. 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷ വരണതും സംരക്ഷണം വരണതും എല്ലാം വരണത് എന്താണ്? നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലനുസരിച്ചാണ്, ദൈവസ്നേഹത്തിൻ്റെ ലെവല്. അപ്പം അത് ഉടമ്പടി എൻ്റെ മക്കൾ ടാർഗറ്റ് ചെയ്യണത് ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും അച്ചിട്ടതുപോലെ എണ്ണി ഒപ്പിച്ച് അതുപോലെ ചെയ്താൽ അങ്ങനെ ഒരു പാകത്തിനിങ്ങനെ പാചകവിധിയല്ലേ ഉടമ്പടി, അല്ലേ? ഉടമ്പടി ഒരു പാചകവിധിയായിട്ട് പണിയെടുക്കാം, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട ചമ്മന്തി അരക്കണമെങ്കിൽ എന്തുമാത്രം തേങ്ങ വേണം, എന്തുമാത്രം മുളക് വേണം, എത്ര കഷ്ണം മാങ്ങ വേണം എന്നൊക്കെ ഒരു പാചകവിധിയുണ്ട്. അതുപോലെ നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ 5 രോഗികളെ കാണണം, 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ പാചകവിധിയല്ല ഉടമ്പടി. ഉടമ്പടി ദൈവസ്നേഹമാണ് വിഷയം. നീ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ ദൈവസ്നേഹം കൂടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ല നീ ചെയ്യണ കാര്യങ്ങളല്ല. നീ ചെയ്യണ കാര്യം സാങ്കേതികമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവസ്നേഹം ഇല്ലാതെ സാങ്കേതികമായിട്ടാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് 1 കൊരിന്ത്യർ പറയുന്നില്ല, നീ മാലാഖമാരുടെ ഭാഷയെ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:1. 1 കൊരിന്ത്യർ 13:1. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അതായത് പൗലോസപ്പോസ് അത്ര വലിയ കവിയല്ലായിരുന്നു. കാര്യം മുഴങ്ങുന്ന ചേങ്ങലക്കും ചിലമ്പിനുമൊക്കെ ഒരു താളമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ
ആ താളം പോലും ഉണ്ടാകത്തില്ല സ്നേഹമില്ലെങ്കിലും അദ്ദേഹം ഇന്ന് നമ്മുടെ ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കബിൾ പോലും ആകാതെ ഇരിക്കുമെന്നാണ് പറയണത്. പക്ഷേ അതിനേക്കാൾ ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യണത് സ്നേഹരാഹിത്യമായിട്ടുള്ള എന്തെങ്കിലും ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം. ആരോട് വേണം? ദൈവത്തോട് വേണം. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ആശുപത്രി പോകാനൊന്നും രോഗികളെ കാണാൻ പറ്റത്തില്ല. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ഒരു ബന്ധവും സ്വന്തമല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി പഠിക്കാൻ, ഇപ്പം ഞാൻ ചില പ്രശ്നത്തിൽ പറഞ്ഞു, ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവരിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ്. എല്ലാവരും തന്നെ ഇംഗ്ലീഷിനും കണക്കിനുമൊക്കെ കുറവുള്ള ആൾക്കാരാണ് പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത 10ാം ക്ലാസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിപ്പുള്ളവർ SSLC അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ കിട്ടുന്ന സമയം കൊണ്ട് അവിടെ ഗ്രാമർ ഒന്ന് ചെക്ക് ചെയ്യണം, അവിടെ കണക്കൊന്ന് നോക്കണം. അവർക്ക് ബേസിക്ക് പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചാലും ജോലിയൊന്നും കിട്ടത്തില്ല അവർക്ക്. ഗവൺമെൻറ് പിന്നെ ഇരട്ടി ട്യൂട്ടോറിയൽ, ഇരട്ടി പണം മുടക്കി പിന്നെ ഇവരെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുത്ത് വിടും. പക്ഷേ ഇവരെന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കിൽഫുൾ അല്ലാത്ത കുറച്ച് തൊഴിലാളികളെ അടുത്ത തലമുറ സൃഷ്ടിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് ചില സമയത്ത് ഈ ഓൾ പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകണത്. ഗവൺമെൻറ് അതേ പറ്റത്തുള്ളൂ. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയല്ല. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഷെഡ് ഔട്ട്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതേസമയം തന്നെ 9ാം ക്ലാസ് വരെ ചെന്നിട്ടും ബേസിക്സ് കിട്ടാത്തവരുണ്ട്. അവരെ നിങ്ങൾ വിളിച്ചിരുത്തി ജാതി മതവും നോക്കാതെ അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യണം. ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ഒന്ന് നോക്കണം. ഗ്രാമർ, ഇംഗ്ലീഷ്, കണക്ക് ഒന്ന് നോക്കിയിട്ട് കാര്യം അവർക്ക് ഇപ്പോൾ പൈസ കൊടുത്ത് ട്യൂഷൻ ചെയ്യാൻ ഉള്ള മാർഗമില്ലാത്തവരെ നോക്കണം. അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാകണം. പക്ഷേ അത് നിങ്ങൾ ദൈവസ്നേഹത്താൽ ചെയ്യണം. ദൈവസ്നേഹത്തെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമുദായ സ്നേഹമാണ് ഉള്ളത്. കേരളത്തിൻ്റെ കാര്യം പറയുകയാണ്. ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തെ, ഇപ്പം നമ്മൾ ജാതി മാറണം, ജാതി ഉണ്ടാവരുത്, മതം ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു പറയുന്ന ആൾക്കാർ അതിനേക്കാൾ വലിയ ജാതി കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ചില പറയും ഇവിടെ ഇപ്പോൾ കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെൻറ് കാശ് കൊടുക്കണില്ലേ? കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലേ, 2 കാസ്റ്റിൽ എതിർ കാസ്റ്റിൽ കല്യാണം കഴിക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം മാറുമെന്നാണ് ഇവർ പറയണത്. ആര് മാറാൻ? ഒരിക്കലും മാറത്തില്ല. കാരണം ഇത് ജാതി എന്നല്ല, ജനിതകമല്ലേ, ജനറ്റിക്കല്ലേ ഇത് സാധനം, ബ്ലഡിൽ കിടക്കുന്ന സാധനമല്ലേ ഇത്. ജാത്യ ഗുണം തൂത്താ പോവുക. ഇതിൻ്റെ ഉള്ളത് ജനറ്റിക്കൽ കേസാണിത്. ഇത് കുറേ വർഷങ്ങൾ. അതുകൊണ്ടാണ് ഈശോ എന്നാ പറഞ്ഞറിയോ, ലവ് ലെവൽ കൂട്ടണം. ലെവൽ നോക്കി കഴിഞ്ഞാൽ അപ്പം പിന്നെ ജാതി മതം നോക്കത്തില്ല. ഈശ്വരൻ്റെ വിശ്വാസത്തെ ചിലപ്പോൾ അത് നോക്കും, ബാക്കി ഭൗതിക കാര്യങ്ങൾക്കൊന്നും നോക്കത്തില്ല. ഈശ്വരവിശ്വാസം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിത്യത വീട്ടിക്കൊണ്ട് നമ്മൾ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. കാര്യം നിത്യതയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ ചൊരിഞ്ഞവനാണ് നമുക്ക് നിത്യജീവൻ നൽകേണ്ടത്. ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ്, നിത്യതയല്ല. അനുദിന ജീവിതത്തിലെ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ കൊടുക്കലും മെഡിക്കലും ഒക്കെ വരണതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്നേഹ ലെവൽ കൂടുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യുന്നറിയാവോ, എന്നെ നിങ്ങൾ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാവോ, എന്നെ നിങ്ങൾ എല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കണത്? എന്തിനാണ്? എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം, ജാതി മതം നോക്കാതെ. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഞാൻ രോഗിയാണെന്നല്ലേ ഈശോ പറഞ്ഞത്? അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. പറഞ്ഞ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ രോഗിയെ കാണുമ്പോൾ ആരായിട്ട് കാണണമെന്നാ പറയണത്? ക്രിസ്തുവായിട്ട് കാണണമെന്നാ പറയണത്. മനസ്സിലായല്ലേ?
അതാണ് വിഷയം. എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് പിന്നെ എന്താ വരണത്? അത് നേരെ തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? നമ്മൾ രോഗിനെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിന് കൊടുക്കുന്ന സ്നേഹം ആർക്ക് കൊടുക്കും? ഞാൻ ക്രിസ്തുവിനെ രോഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗിനെ ക്രിസ്തുവായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ ആർക്ക് കൊടുക്കും? രോഗികൾക്ക് കൊടുക്കും. മനസ്സിലായ? അവരെന്ത് ജാതിയായാലും എന്ത് അവസ്ഥയായാലും ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ നിലവാരം ആ രോഗികൾക്ക് കൊടുക്കും. ഇത് ആണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയണില്ല. തളർന്നു കിടക്കുന്നവനെ താങ്ങാനുള്ള ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാലമാണ് നോൻപ് കാലം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പുണ്യസ്മരണയിലേ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുരക്തത്തിൻ ചോണിമയായി നിന്നണയുന്നു. ഉള്ളിൽ തീയായിരിക്കുന്ന ദിവ്യകാരുണ്യച്ചൂടിൽ പാപത്തിൻ ശാപങ്ങളെരിയണം. സ്നേഹത്തിൻ തീനാളം പടരണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾക്ക് ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ടെക്നിക്കലായിട്ടും ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും. ഡ്രൈ കവനൻറ്റ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ്. ഞാൻ എപ്പോഴും ഡ്രൈ കവനൻ്റ് എന്ന് പറയാം. എന്നാൽ ഡ്രൈ കവനൻ്റ് ഞങ്ങൾ കുർബാന ചൊല്ലുന്ന പട്ടക്കിടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാനത് പറയുകയാണ്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസ്തി പിന്നൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടും. പട്ടം കിട്ടിയിട്ടില്ല, അത് ചൊല്ലി പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറ്റും? നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറത്തില്ല. ചിലത് എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. ഡ്രൈ കവനൻ്റാണ്. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുര സേവനങ്ങൾ ചെയ്താലും, കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം. അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഞാനെന്ന് പറയണത്. അല്ലെങ്കിൽ ഈശോക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചില പറയുമേ ദൈവം എന്ത് സ്വാർത്ഥനാണ്, എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം. ഇതൊരിക്കലും നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കണ ദൈവം എന്തൊരു സ്വാർത്ഥനാണ്. പക്ഷേ അതെന്താ സംഭവം? നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്നു കയറാൻ പറ്റാത്തവർ ആരുണ്ട്? അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ, സ്വന്തമാണോ, ജാതിക്കാരനാണോ, സമുദായക്കാരനാണോ നോക്കും. അങ്ങനെ നോക്കരുത്. ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന്. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമി ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാകുമ്പോൾ സ്നേഹം സഹമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുർബാനയായി തീരുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. കർത്താവിൻ്റെ വചനം ഇങ്ങനെ തന്നെ. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹം എന്താണ്? കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. അതെന്താ പറയുക? എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാവും. അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലല്ല, മതത്തിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിലല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കണത് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക്, ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചിന്തിച്ച് കളി കയറേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഇത്രയും, അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം. എന്താ കാരണം? ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ, അത് ഉടമ്പടി ബേസ്മെൻറ്റിലാണല്ലോ ദൈവസ്നേഹം നമ്മളിൽ രൂപപ്പെടുത്തി വരണത്. കാര്യം അത് ഭക്തിയിൽ അടിസ്ഥാനമാണ്. ഭക്തി ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം 91:14 പറഞ്ഞില്ലേ? അപ്പോഴേ ഈ ഉടമ്പടിയിൽ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോഴെന്ത് പറ്റും? നിനക്ക് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നും. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ വചനം? സങ്കീർത്തനം റോമ 9:15 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. റോമ 9:15. റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അപ്പൊ ഇതാണ് വിഷയം. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തു. ഇനി എന്താണ് ഓപ്ഷൻ? പന്ത് കർത്താവിൻ്റെ കോട്ടിലാണ്. എന്താ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കാം. പിന്നെന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഔട്ടായി കഴിഞ്ഞാലേ, ക്വസ്റ്റ്യൻ ഔട്ടായി, ഇനി നമ്മൾ ആൻസർ നമ്മളായി പറയേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നാൻ എന്താ ഒരു വഴി? അടുത്ത ചിന്ത അതല്ലേ? ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് ഇപ്പോൾ റോമ 9:15 എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ദയ ദൈവം നമ്മോട് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ക്ലിയറായില്ലേ സംഭവം?
ദൈവത്തിൻ്റെ ദയ നമ്മളോട്. ഇപ്പം നമുക്ക് ഉടമ്പടി വർക്കടിച്ച് ചെയ്യണം എന്ത് ഗ്രൗണ്ടിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ യോഗ്യത കൊണ്ടല്ല, ദയ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ? ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ അഞ്ചു ആനിന് കിട്ടിയതും എന്താണ്? അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി. അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ, എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പ തോന്നും, എനിക്ക് ദയ തോന്നണമെന്ന് തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഇന്ന വ്യക്തിയോ പർട്ടിക്കുലർ വ്യക്തിയൊന്നുമില്ല. പിന്നെ നമ്മളാണ്, നമ്മുടെ ഭാഗത്താണ് ബോൾ വരേണ്ടത്. ബോൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദയ തോന്നാൻ, നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അതല്ലേ? ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം ഇങ്ങനെയാണ്. എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? 9:16 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിൻ്റെ പിന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞു സാങ്കേതികമായി പ്രവർത്തിക്കാം. 10 പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. രോഗികളെ പോയി കാണാം. അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാതെ ഇത് ഇവിടുന്ന് പറഞ്ഞു, കൃപാസനത്തിന് പറഞ്ഞു പത്രം കൊടുക്കാൻ, കൃപാസനത്തിന് പറഞ്ഞു രോഗികളെ കാണാം, അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ആർക്കും ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്താൽ അത് കാണാൻ 9:16 വായിച്ചു. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ചത് കൊണ്ടോ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കണമെന്നല്ല. നമുക്ക് ദയയാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ കരുണ, അനുകമ്പ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നതും ഗ്രേസ് എന്ന് പറയുന്നതും എല്ലാം ഗ്രേസിൻ്റെ ഇഫക്ട്സായിട്ടാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തിൻ്റെ. അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് കരുണയെന്ന് പറയും, ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയെന്ന് പറയും. എന്താ നമുക്കതാ വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ. സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു, സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി തീരുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 103:18. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം
തലമുറകളോളം നിലനിൽക്കും. നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇപ്പൊ എന്തൊരു പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? അതായത് ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന്, പ്രഖ്യാപിത നിലപാട് എന്താണ്? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റിപ്പീറ്റ് റീഡ്, റിപ്പീറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദയയാണ് അടിസ്ഥാനം. അപ്പം ദയയാണ് അടിസ്ഥാനമെങ്കിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? 9:15. റോമ 9:15. ടേക്ക് അപ്പ് റീഡ് ഇറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല 9:16 പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം. ദൈവത്തിന് ദയ കിട്ടാനുള്ള മാർഗം എന്താണ്? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. എന്താണത്? സങ്കീർത്തനം 103:17-18. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. സങ്കീർത്തനം 103:18 പറയുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിന് ഇപ്പോൾ റോമ 9:15 അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു പറഞ്ഞാലും കർത്താവിൻ്റെ കാരുണ്യം ആ ഇഷ്ടമുള്ളവരുടെ പട്ടികയിൽ ആരാണ് വരുന്നതെന്നാണ് സങ്കീർത്തനം 103:18 വരണത്. ആരാ വരണത്? കർത്താവിൻ്റെ ഇഷ്ടമുള്ളവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരണത് എങ്ങനെയാണ്? സങ്കീർത്തനം 103:18 അനുസരിച്ചാണ്. ഉടമ്പടി പാലിക്കുന്നവരുടെ മേലെ. ആ ഉടമ്പടി പാലിക്കണത് എങ്ങനെയാണ് പാലിക്കണത്? ആ പാലിക്കണത് സ്നേഹത്തിൽ ഒട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആ സങ്കീർത്തനം 91 പറയണത്. എന്താണ്? അതായത് നമ്മൾ ഉടമ്പടിയിലാണ് ഒരു മാർഗമുള്ളത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളവരായ നമ്മൾ മാറാൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം ഉടമ്പടിയാണ്. ഉടമ്പടി തന്നെ വെറുതെയും എടുക്കാം, സാധാരണ ആൾക്കാർ സാങ്കേതികമായിട്ട് എടുക്കാം, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 91 വർക്കൗട്ട് ചെയ്യണം. അതെന്താണ്? അവിടുന്ന് സ്നേഹത്തോടെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. ആർക്കാണ് തികഞ്ഞ ദൈവസ്നേഹം തോന്നണത്? അവരോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടത്തിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തരോട് 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. ഒന്ന്, ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളും ഭക്തിപ്രാർത്ഥനയും പാരവശ്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് 2 കാര്യങ്ങൾ ഭക്തിയുള്ളവർക്ക് സംഭവിക്കും. എന്താ സംഭവിക്കും? ഒന്ന്, വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം. 2, തലമുറകൾ തോറും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ പറയണത്. സങ്കീർത്തനം അതായത് ലൂക്ക 1:49-50. വായിച്ചോളൂ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ കരുണ തലമുറ തോറും വർഷിക്കുന്ന ഭക്തരോടാണ്.
ഭക്തരെന്ന് പറയണത് ഉടമ്പടി ചെയ്യുന്നവരാണ്. ഉടമ്പടി ചെയ്യുന്നവരെന്ന് പറയണത് കടുത്ത ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തെ എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മളെക്കാൾ നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും ആവശ്യമുള്ളവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുകയും അഭിഷേകം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അല്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ലെന്നല്ല, ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് നിരന്തരം എല്ലാ ദിവസവും സാക്ഷ്യം പറയുകയാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് എന്തുകൊണ്ടാണ് ഇന്നലെ മേഞ്ഞിട്ട സാക്ഷ്യം 1.25 ലക്ഷം പേര് ഉടനെ കണ്ടത് എന്തുകൊണ്ടാണ്? സാക്ഷ്യം ഇടിപെട്ടായതുകൊണ്ടാണ്. ആ കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയുന്നവരൊരു പരസ്പര സമ്മതത്തെക്കാൾ ഉപരി അതിൻ്റെ ബയോളജി, അതിൻ്റെ പരിച്ഛേദങ്ങളൊക്കെ, അതിൻ്റെ ആന്തരിക ആത്മീയ ഘടനകളൊക്കെ ആഴമായ കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപാടുകളാണ്. അതാണ് ഇക്കാലങ്ങളിൽ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തി നമ്മളെ ദൈവം അനുദിനം ഉടമ്പടിയിലൂടെ അനേകം മക്കളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെ ചെയ്യാൻ കൂടുന്നു അപ്പോഴെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി, കോർട്ട് ദി മാറ്റർ, ആന്തരികതയിൽ എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കി അതിനെ സത്യസന്ധമായി ബുദ്ധിപരമായി പരിശോധിച്ച് ഹൃദയം കൊണ്ട് ചെയ്ത് സുവിശേഷത്തിൻ്റെ എക്കാലത്തെയും വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം. എന്ന സത്യം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ, ദൈവത്തോട് ജീവിക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരമപിതാവേ, മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ രോഗങ്ങളെല്ലാം ഓർക്കുന്ന ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കൈകളെ മാറ്റി യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി എന്ന് ഉൾക്കൊഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം നേടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യം പ്രകടമാക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന
കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകൻ്റെ ശിരസ്സിലും മകളുടെ ശിരസ്സിലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഉദരരോഗികളെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ് ശ്വാസകോശ രോഗികളിലെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇൻഫെക്ഷനുണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും പരസ്പരം തിരിഞ്ഞു നിന്ന് അഭിഷേക പ്രാർത്ഥന സമയിക്കുന്നതിൻ്റെ സമയമാണ്. ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹവും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, തെറ്റായ നടപടികളിൽ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ, അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കൾ, നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പരസ്പരം തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. 3 പുരുഷന്മാരും ആണുള്ളെങ്കിൽ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 4 ഉണ്ടെങ്കിൽ 2 പേരുമായിട്ട് തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകൾ അതുപോലെ പരസ്പരം കൈകളെടുത്തിട്ട് കൈകളെ വിരിച്ച് വെക്കുക. അച്ഛൻ വെച്ചിരിക്കുന്ന പോലെ. നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെല്ലുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവെ, കൈകളിലേക്ക്, ഈ പാവപ്പെട്ട കൈകളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് കർത്താവെ, ഇത് അവരുടെ ശിരസ് വെക്കുമ്പോൾ ആത്മാവിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി തിരുത്വത്തിൻ്റെ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുക. അടിപ്പണർ പോലെ വൈതാഖാനം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെക്കുക. 2 കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെച്ചിട്ട് ശക്തമായി സ്തുതിക്കുക. 3 പേരോ 4 പേരോ 2 പേരോ അങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പ് അനുസരിച്ച് നിന്ന് ശക്തമായി സ്തുതിക്കുക. സ്തുതിപ്പറിയാത്തവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കണം പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും അഭിഷേകം ലഭിക്കാനും ഇന്നത്തെ ധ്യാനത്തിൻ്റെ ദൈവികമായ കരുണയും ഭക്തിയും എല്ലാവരിലും നിറയാനും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാവരും ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ കുരിശിനെ ഓർത്ത് കർത്താവേ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകളുടെ മേലും മകൻ്റെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ സത്യം നിറയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ. ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ. കർത്താവ് ഉടമ്പടി സ്വീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയും ഭക്തിയും ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ മേഖലയും സ്പർശിക്കട്ടെ. ഭക്തിയുടെ മേഖല സ്പർശിക്കട്ടെ. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയായി ദൈവസ്വത്തെ അനുഷ്ഠിക്കാൻ ആവശ്യമായ കൃപയാൽ മക്കൾ നിരക്കട്ടെ പ്രാർത്ഥിക്കുന്ന. ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്തവർ, വാടക കഴിയുന്നവർ, വഴിയില്ലാത്തവർ, കർത്താവ് പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ കർത്താവ് എഴുതിയിട്ടുള്ളവർ, തോറ്റിട്ടുള്ളവർ, ജയിക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അമിതമായി ഉത്കണ്ഠയുള്ളവർ, നഷ്ടപ്പെട്ട് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട്
നിരാശപ്പെടുന്നവരെ കർത്താവിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പത്തിൽ കൃപാനുസരിച്ച കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തിൽ ദൈവത്തിന് കൃപ നൽകട്ടെ. ദൈവത്തിന് കൃപ ചൊരിയട്ടെ. 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 ഭാഷാവ് ശ്രദ്ധിക്കട്ടെ. ഭാഷാവർ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥാവർ ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥാവർ പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ശക്തിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാൻ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്